ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവ കൊടിയേറ്റിനുള്ള കൊടിക്കൂറ കൊടിക്കയർ സമർപ്പണം നടന്നു. ചെങ്ങളം വടക്കില്ലത്ത് ഗണപതി നമ്പൂതിരി ഒരുക്കിയ കൊടിക്കൂറ രഥഘോഷയാത്രയായാണ് ഏറ്റുമാനൂരിൽ എത്തിച്ചത്. ഭക്തസംഘടനകളുടെയും പൗരാവലിയുടെയും ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ രഥഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവാഘോഷങ്ങൾക്ക് ഫെബ്രുവരി 11 കൊടിയേറും. കൊടിയേറ്റിനായുള്ള കൊടിക്കൂറ കൊടിക്കയർ സമർപ്പണം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു. ചെങ്ങളം വടക്കത്തില്ലത്ത് ഗണപതി നമ്പൂതിരി തയ്യാറാക്കിയ കൊടിക്കൂറ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സാം പ്രകാശ്, അഡ്വക്കേറ്റ് കമ്മീഷണർ ASP കുറുപ്പ്, ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് പ്രൊഫസർ ശങ്കരൻ നായർ, സെക്രട്ടറി സോമൻ ഗംഗാധരൻ എന്നിവരടങ്ങുന്ന സംഘം ഏറ്റുവാങ്ങി രഥഘോഷയാത്രയായാണ് ഏറ്റുമാനൂരിലേക്ക് എത്തിച്ചത്. വിവിധ ക്ഷേത്രങ്ങളിലും വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിലും സ്വീകരണങ്ങൾ നൽകി. ഐമനം നരസിംഹസ്വാമി ക്ഷേത്രം, ഗുരുമന്ദിരം, വാസുദേവപുരം, ആർപ്പൂക്കുര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, കൈപ്പുഴ ശാസ്താക്ഷേത്രം, ഗുരുദേവ ക്ഷേത്രം, വിഷ്ണുപുരം മഹാവിഷ്ണു ക്ഷേത്രം, കുറ്റ്യാനിക്കുളങ്ങര ദേവീക്ഷേത്രം, നീണ്ടൂർ ഗുരുമന്ദിരം, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ഏറ്റുമാനൂർ ഗുരുദേവ ക്ഷേത്രം തുടങ്ങി വിവിധ ക്ഷേത്രങ്ങളിൽ കൊടിക്കൂറ രഥഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി. അതിരമ്പുഴയിലും ഏറ്റുമാനൂരിലും ഓട്ടോറിക്ഷ തൊഴിലാളികളും വ്യാപാരികളും നാട്ടുകാരും ഭക്തജന സംഘടനകളിലും സ്വീകരണം നൽകി. ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിൽ രഥഘോഷയാത്ര എത്തിയപ്പോൾ നഗരസഭാധ്യക്ഷ ലവ്ലി ജോർജിന്റെ നേതൃത്വത്തിൽ പൗരാവലി സ്വീകരണം നൽകി. ആറാട്ട് മണ്ഡപത്തിൽ നിന്നും ഘോഷയാത്രയെ സ്വീകരിച്ച് മാരിയമ്മൻ കോവിലിൽ നിന്നും എത്തിയ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രസന്നിധിയിലേക്ക് അനയിച്ചു. രാത്രി 9 കൊടിമര ചുവട്ടിൽ കൊടിക്കൂറ കൊടിക്കയർ സമർപ്പണം നടന്നു. ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ മുരാരി ബാബു, അഡ്വക്കേറ്റ് കമ്മീഷണർ ASP കുറുപ്പ്, ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്യാം പ്രകാശ്, ക്ഷേത്രോപദേശക സമിതി അംഗങ്ങൾ, വിവിധ ഭക്തജന സംഘടനാ പ്രതിനിധികൾ എന്നിവർ ചേർന്നാണ് കൊടിക്കൂറ ഏറ്റുവാങ്ങിയത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അഡ്വക്കേറ്റ് ASP കുറുപ്പിന്റെ മേൽനോട്ടത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഫെബ്രുവരി 11 കൊടിയേറുന്നതോടെ 10 നാൾ നീണ്ടു നിൽക്കുന്ന തിരുവുത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.